അസ്സാം വലൈക്കും വറഹമത്തുള്ള. ഇന്ന് ഇൻഷാല്ല ഞാൻ നിങ്ങളൊട്ടുകു ചൊല്ലപോയിട്ടൊരു വിഷയം ഉംറത്തെ സവാബും അതുപോലെ ഹജ്ജർ സവാബായിട്ടിരിക്കും. ഇപ്പോൾ ഉംറ ചെയ്ത ആൾക്ക് കിട്ടങ്ങനത്തെ ഒരു സവാബ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ല് അൽ ഉംറത്തു ഇലൽ ഉംറത്തി കഫാറത്തും മാ ബൈനഹുമ. ഒരു ഉംറത്തോ പിന്നൊരു ഉംറത്തെ ഇടയിൽ ഒരാൾ ഒരു ഉംറാക്കിತ್ತು, പിന്നെ കുറേ ವರ್ಷ പോയിട്ട് പാടൊരു ഉംറാക്കിತ್ತು എന്നെങ്കിൽ ഈ രണ്ട് ഉംറത്തെ ഇടയിൽ ആളുകൾ ദോഷത്തോ വിട്ടുപൊടുത്തോ മാപ്പാക്കേണ്ടിക്കിടല്ലോ ഉಂಟು. ഈ രണ്ട് ഉംറ ചെയ്യുന്നದ್ರ ഇടയിലുള്ള ദോഷം അള്ളാഹു മാഫാക്കിട്ടുണ്ടായിട്ടിക്കട്. അതേപോലെ ഹജ്ജർ വിഷയത്തിൽ ചെന്നൊരു ഹദീസ് അൽ ഹജ്ജുൽ മബ്റൂറത്തു ലൈസ ലഹു ജസാഅൻ ഇല്ലൽ ജന്ന. അൽ ഹജ്ജുൽ മബ്റൂറത്തു ലൈസ ലഹു ജസാഅൻ ഇല്ലൽ ജന്ന. പക്ഷേ ഹജ്ജ് അള്ളാഹു സ്വീകരിക്കും പോലത്തെ ഒരു ഹജ്ജ് ആരായെങ്കിലും നല്ല ഇഖ്ലാസും തഖ്വയോടെ കൂടെ ഹജ്ജ് ചെയ്യുന്നുണ്ടെങ്കിൽ ആൾക്ക് കിട്ടും സവാബ് അത് സ്വർഗല്ലാണ്ട് വേറെ സവാബ് ಅದಕ್ಕಿಲ್ಲ. ഒരാൾ ഹജ്ജ് ആക്കിടും, പക്ഷേ ആ ഹജ്ജ് അള്ളാഹു സ്വീകരിക്കണം എന്നെങ്കിൽ അയാൾക്ക് സ്വർഗം ഉറപ്പായിട്ട് അതുക്കുള്ള സവാബേ സ്വർഗമായിട്ടിക്കറുണ്ടായിട്ടിക്കൽ ഹബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന ഹദീസ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങൾക്കെല്ലാവർക്കും ഉംറയും ഹജ്ജ് ചെയ്യുകയുള്ള തൗഫീഖ് അള്ളാഹു തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.